ധവളപത്രത്തിൽ പറഞ്ഞ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഊന്നിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചുകൊണ്ട് നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെ വി.ഡി. സതീശൻ തന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഇത്രയും നേരം പ്രേക്ഷകർ കണ്ടത്. ഒരുപാട് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ കുടുംബ മേഖലകൾക്ക് കരുതലുണ്ട്. ഒപ്പം ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള പദ്ധതികൾക്ക് പ്രത്യേക ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ തൊഴിലില്ലായ്മ എന്ന ആശങ്ക വളരെ പ്രധാനമായി എടുത്തു കാണിക്കുന്നുണ്ട്. പുതിയുഗ കേരള സൃഷ്ടിയാണ് ഉന്നമനം. ജൻസിക്കായി തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. ലൈറ്റ് മെട്രോകളുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ശബരിമലയ്ക്കും ഗുരുവായൂരിനും കൊട്ടിയൂരിനും കരുതലുണ്ട്. അങ്ങനെ പൊതുവെ പ്രായോഗികമെന്ന് തോന്നുന്ന തരത്തിലുള്ള പദ്ധതികളിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ബജറ്റ് അതിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഒറ്റ നോട്ടത്തിൽ നമ്മൾ എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് എടുത്തു പറയാനുള്ളത് എന്നുള്ളത് പ്രധാനമാണ്. സാമ്പത്തിക സ്ഥിതി, ധനസ്ഥിതിയൊക്കെ പ്രധാനമായും എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നുകൊണ്ടുള്ള പദ്ധതികൾ അതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. വലിയ അത്ഭുതമൊന്നും നമ്മൾ പ്രതീക്ഷിച്ച വലിയ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനം സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതി അടങ്കലിൽ കുറവ് വരുത്തിയിരിക്കുന്നു. അതിന് ന്യായമായി ധനമന്ത്രി വ്യക്തമാക്കിയത് 2026 ജനുവരിയിൽ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിലാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റ് ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിൽ 20,500 കോടി രൂപ അധികമായി കണക്കാക്കിയത്. എന്നാൽ ഇത് അനുവദിക്കാനാകില്ല. കാരണം 25,500 കോടിയുടെ കുറവ് എല്ലാം കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്നത് പ്രതീക്ഷാ വരുമാനത്തിലുണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുത്താണ് പദ്ധതി അടങ്കൽ 35,750 കോടി എന്ന പദ്ധതി അടങ്കലിൽ ഇപ്പോൾ ഈ സർക്കാർ കുറവ് വരുത്തിയിരിക്കുന്നത്. 35,780 കോടിയാണ് പദ്ധതി അടങ്കൽ നേരത്തെ തീരുമാനിച്ചേക്കുന്നത്. 30,370 കോടിയായാണ് കുറവ് വരുത്തുന്നത്. 5,410 കോടി രൂപയുടെ കുറവ് പദ്ധതി അടങ്കലിൽ വരുത്തുന്നു. അപ്പോൾ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് SC-ക്ക് 526 കോടിയും ST-ക്ക് 152 കോടിയും അധികം അനുവദിക്കാനും വി.ഡി. സതീശൻ തയ്യാറായി. വലിയ വിവാദം നേരത്തെ ഉയർന്നു വന്നതാണ്. SC/ST വിഭാഗങ്ങളുടെ പദ്ധതി അടങ്കൽ LDF സർക്കാർ വെട്ടിക്കുറച്ചു എന്നുള്ളത്. അതന്ന് അങ്ങനെയല്ല, അതിൽ കുറവ് വരുത്തിയില്ല LDF സർക്കാർ അവകാശപ്പെട്ടെങ്കിലും വലിയ വിമർശനം ഉയർന്നു വന്ന കാര്യമാണ്. അവിടെ പുതിയൊരു ഇടപെടൽ ഇപ്പോൾ കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റിന് ശേഷം അതിന്റെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ച വി.ഡി. സതീശൻ വരുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സമുദ്രം വഴിയുള്ള കേരളത്തിന്റെ വികസനം, കടൽ വഴിയുള്ള വികസനത്തിന് പ്രത്യേക മിഷൻ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. മിഷൻ സമുദ്ര എന്നാണ് ഇതിന്റെ പേര്. കേരളത്തിന്റെ 600 കിലോമീറ്റർ പരം വരുന്ന തീര മേഖല അത് 5 വർഷത്തിനുള്ളിൽ ലോക മാരിടൈം ഭൂപടത്തിൽ കേരളം വൻ ശക്തിയായി ഉയർത്താനുള്ള മിഷൻ സമുദ്ര എന്ന ഒരു വലിയ സ്വപ്നമാണ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥകളിലേക്ക് കേരളത്തെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ വിഴിഞ്ഞത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ, വിഴിഞ്ഞം റിംഗ് റോഡ് അടക്കമുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക തുക, പ്രത്യേക പ്രൊവിഷൻ ഈ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊപ്പം തന്നെയാണ് കടൽ മാത്രമല്ല വായു വഴിയുള്ള വികസനം, ഏവിയേഷൻ ഹബ്ബ്, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ് എന്നിവ മീറ്റ് ചെയ്യാൻ അതിൽ വികസനം കൊണ്ടുവരാനായി അതിന്റെ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി കേരളത്തെ വികസിപ്പിക്കാനുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതി. അതിന്റെ ഭാഗമായി 200 കോടി രൂപയാണ് അതിനുവേണ്ടി സർക്കാർ ബജറ്റിൽ തുടക്കമായി മാറ്റിവച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ മനുഷ്യവിഭവശേഷി, ഉയർന്ന സാക്ഷരത തുടങ്ങിയ കാര്യങ്ങളിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡേറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെല്ല് രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നു. അതും ബജറ്റിൽ പ്രത്യേക പ്രഖ്യാപനമാണ്. ഈ വികസനങ്ങൾക്കൊപ്പം ക്ഷേമത്തിനും മുൻകരുതൽ നൽകുക എന്ന ലക്ഷ്യം സർക്കാർ ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. വൺ കേരള കരുതൽ മിഷൻ എന്ന പേരിലാണ് അത്തരമൊരു പദ്ധതി. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രശ്നം നേരിടുന്നവരുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. ഇവിടെ പുറത്തുനിന്നുള്ള സഹായം കൂടി, സ്വകാര്യ പങ്കാളിത്തം കൂടി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ ഇതര സംഘടനകൾ, CSR ഫണ്ടുകൾ എന്നിവ, വ്യക്തികളുടെ സഹായം എന്നിവ ഇതിലേക്ക് വകയിരുത്താനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി 1 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ മാറ്റിവെക്കുന്നത്. അങ്ങനെ ക്ഷേമവും വികസനവും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രഖ്യാപനങ്ങളിലേക്ക് സർക്കാർ പോകുന്നു. പ്രവാസികൾക്ക് പ്രത്യേക പദ്ധതി, കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന പ്രവാസികളെ വിശേഷിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നത്. പെരുമ്പാവൂരിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് വരുന്നു. ഗോൾഡൻ
ഗ്ലോബൽ ഗോൾഡൻ ഹബ്ബ് വരുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ കുറേ നാളുകളായി കേൾക്കുന്നതാണ്. അതിന് വീണ്ടും 20 കോടി രൂപ സർക്കാർ വകയിരുത്തുകയാണ്. അത് ഈ സർക്കാർ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്തത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ ഇന്ദിരാഗാന്ധിയെ ബജറ്റിനും സർക്കാർ മറക്കുന്നില്ല. അധികാരമേറ്റ് 2 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഒരു നടപടി കൂടി ഈ KSRTCയുടെ പ്രിയദർശിനി പദ്ധതിക്ക് 600 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. കേരളത്തിന്റെ യുവജനങ്ങളെ വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി കണ്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. വിവരസാങ്കേതിക വ്യവസായത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പരമ്പരാഗത വ്യവസായത്തെ കഴിഞ്ഞ സർക്കാർ പൊതുവിൽ അവഗണിച്ചുവെന്ന വലിയ പരാതിയുണ്ട്. CPIയുടെയും നേതൃത്വങ്ങളിൽ പോലും വരുന്ന വിമർശനമാണ് ഇപ്പോൾ. പക്ഷേ പരമ്പരാഗത വ്യവസായ വലിയ പ്രാധാന്യം ഈ ആദ്യ ബജറ്റിൽ വി.ഡി. സതീശൻ നൽകുന്നു. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീത്തൊഴിലടക്കമുള്ള കയർ, കശുവണ്ടി, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായ മേഖലകൾക്ക് സർക്കാർ സഹായം അനിവാര്യമെന്ന് സർക്കാർ കാണുന്നു. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജ്, കൈത്തറി, കരകൗശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിറ്റഴിക്കാൻ വേണ്ടി പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഇൻക്യുബേഷൻ സെന്റർ എന്നിവ പ്രഖ്യാപിക്കുന്നു. ഗതാഗതത്തിന് പ്രത്യേക വകയിരുത്തലുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. നികുതി വകുപ്പ് തടയാൻ വരുമാന ചോർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ഇതിൽ ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കുമെന്ന നിർണായക പ്രഖ്യാപനം ഈ ബജറ്റിൽ വി.ഡി. സതീശൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെ ഇവിടെ തീർച്ചയായും പ്രതീക്ഷിച്ചതുപോലെ വിസ്മയകരമായ ഒരുപാട് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും നടപ്പിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം ചില പദ്ധതികളും മറ്റുമാണ് സതീശന്റെ ബജറ്റിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ പണം കണ്ടെത്തുക എന്നുള്ള വലിയൊരു വെല്ലുവിളി കൂടി സർക്കാരിന് മുന്നിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം.